പിന്നീടുണ്ടാകുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാനവികമായ വരമ്പുകളെ മുഴുവനും ലംഘിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് ബൈബിളിലെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഇതൊക്കെ ഒരു വിശുദ്ധ വേദഗ്രന്ഥമായി മനസ്സിലാക്കുകയും വൈരുദ്ധ്യങ്ങൾ മാത്രം പേറുന്ന ഒരു വേദഗ്രന്ഥമായി കൊണ്ടുപോകാൻ ഒരവസ്ഥയിലേക്ക് ഇതേപോലുള്ള പാതിരിമാർ എത്തുകയും ചെയ്യുമെന്നാണ്. അവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത്, അവിടെയാണ് വിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരുപാട് വേദഗ്രന്ഥങ്ങളുടെ പുറംചട്ടയിൽ രംഗപ്രവേശം ചെയ്ത പുസ്തകങ്ങൾ അറിയപ്പെടുമ്പോഴും അവിടെ അവതരിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖുർആൻ ഒരിക്കലും ഒരു മാറ്റത്തിനും വിധേയമാകാതെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഖുർആനിന്റെ അവതരണ കാലം മുതൽ ഖുർആൻ ഇന്ന് വരെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലോകാവസാനം വരെ ഈ വേദഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്നത് ദൈവികമായ വാഗ്ദാനമാണ്. ഇന്ന് വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേദഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം കാണാൻ കഴിയില്ല. ഖുർആനിലാകട്ടെ, ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശൂറായിലെ 192-ാമത്തെ വചനം, വ ഇന്നഹു ലതൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കിൽ നിന്നും അവതരിക്കപ്പെട്ടതാണ് എന്നാണ്. ഖുർആനിലെ 32-ാം അധ്യായം സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ, അലിഫ് ലാം മീം തൻസീലൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഈ വേദഗ്രന്ഥം ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കിൽ നിന്നാണ് എന്നതിൽ ഒരു സംശയമില്ല എന്നാണ്. ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തു റഹ്മാനിലെ 1-2 വചനങ്ങൾ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ, പരമകാരുണികൻ ഈ ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ എത്രയോ വചനങ്ങളിലൂടെ സ്വയം ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ, അവതരിക്കപ്പെട്ടതുപോലെ നിലനിൽക്കുമ്പോ, വൈരുദ്ധ്യങ്ങളില്ലാതെ നിലനിൽക്കുമ്പോ, ശാസ്ത്രീയമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ പോലും സ്ഥിരീകരിക്കപ്പെട്ട ശാസ്ത്ര നിയമങ്ങൾക്ക് എതിരാകാതെ വരുമ്പോ, ഇങ്ങനെ ഏതൊക്കെ ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, പ്രവചനത്തിന്റെ, സാഹിത്യത്തിന്റെ എന്ന് വേണ്ട ഏതൊക്കെ മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളിലൂടെ മുഴുവനും വിശുദ്ധ ഖുർആനിനെ പരിശോധിച്ചു നോക്കിയാലും ഒരിക്കലും അബദ്ധങ്ങളില്ലാത്ത ലോകാവസാനം വരെ ഏത് മനുഷ്യന്റെ മുന്നിലും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആനിനെ പ്രമാണമായി സ്വീകരിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും വഴിതെറ്റാൻ കഴിയില്ല എന്നും മരണത്തിന് ശേഷം പരലോകത്തിൽ സ്വർഗീയമായ സ്വർഗലോകത്തിൽ ജീവിക്കാൻ കഴിയുമെന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ ലോകം ശാശ്വതമല്ല. ഈ ലോകത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 185-ാമത്തെ വചനം, ഓരോ ദേഹങ്ങളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, പക്ഷെ മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, മരണത്തിന് ശേഷമുള്ള ലോകം, ആ ലോകത്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത്. അവിടെ ഫമൻ സുഹ്സിഹ അനിന്നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, അവിടെ ആരെല്ലാം നരകത്തെ അകറ്റി നിർത്തി സ്വർഗത്തിൽ പ്രവേശിച്ചുവോ അവനാണ് വിജയിച്ചിട്ടുള്ളത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ, ഈ ഐഹിക ജീവിതം അത് കബളിപ്പിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. ഈ ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന വിഭവമാണെങ്കിൽ മരണത്തിന് ശേഷമുള്ള ലോകം, അവിടെ സ്വർഗം നേടിയെടുക്കലാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ, യഥാർത്ഥ വിജയം അതാണെങ്കിൽ സുഹൃത്തുക്കളെ, ആ സ്വർഗം നേടാനുള്ള മാർഗമാണ് ഇസ്ലാം. അല്ലാതെ ഒരിക്കലും ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ പേരല്ല ഇസ്ലാം. മറിച്ച് സ്വർഗലോകത്ത് പ്രവേശിക്കാനുള്ള ആ ആദർശം കാലഘട്ടങ്ങളിലൂടെ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശം അതാണ് ഇസ്ലാം. ഓരോ പ്രവാചകന്മാരും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹമാണ് ഇസ്ലാമിനെ അവസാനമായി വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള ആളുകൾ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇസ്ലാമികമായ ജീവിതം നയിക്കുമ്പോൾ, അങ്ങനെ സർവശക്തനായ തമ്പുരാനിൽ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ